ബാറുകാർക്ക് കൊള്ളയടിക്കാൻ സർക്കാർ ഒത്താശയെന്ന് വ്യാപക പരാതി. മദ്യവിൽപ്പനയിലൂടെ ബാറുകാർ മദ്യപ്രേമികളെ കൊള്ളയടിക്കുന്നതായി വ്യാപകമായാണ് സംസ്ഥാനത്ത് പരാതി ഉയരുന്നത്. ബാറുകാരുടെ ഈ തീവെട്ടിക്കൊള്ളയ്ക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നതായി മദ്യ ഉപഭോക്താക്കൾ പറയുന്നു. 570 രൂപ വിലയ്ക്ക് മദ്യഷാപ്പിൽ വിൽക്കുന്ന ഒരു കുപ്പി മദ്യത്തിന് ബാറുകാർ 1600 രൂപയാണ് ഈടാക്കി വരുന്നതെന്നും പരാതിപ്പെടുന്നു. മദ്യവർജനം എന്ന് പറയുന്ന സർക്കാർ മദ്യവിൽപ്പനയ്ക്കായി 800-ലധികം ബാറുകൾ തുറന്നു കൊടുത്തപ്പോൾ പാവപ്പെട്ട മദ്യപന്മാർക്ക് വെറും 307 സർക്കാർ മദ്യഷാപ്പുകളാണ് തുറന്ന് പ്രവർത്തിക്കുന്നതെന്നും ആരോപണം ഉയരുന്നു. സർക്കാർ ബാറുകാരെ സഹായിക്കുന്നതിന് അനവധി ഉദാഹരണങ്ങൾ മദ്യപന്മാർ ചൂണ്ടിക്കാട്ടുന്നു. കോടതികളുടെ ഉത്തരവുകൾ പോലും കാറ്റിൽ പറത്തിയാണ് റോഡുകളുടെ തരം മാറ്റി ബാറുകൾ തുറക്കാൻ സഹായിച്ചത്. മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ കേരളത്തിലും സർക്കാർ മദ്യഷാപ്പുകളിൽ വെച്ച് മദ്യപിക്കാൻ സംവിധാനം ഉണ്ടായിരുന്നത് നിർത്തലാക്കിയത് ബാറുകാരെ സഹായിക്കാനാണ്. മുൻകാലങ്ങളിൽ ബാറുകളിൽ നടത്തിയിരുന്ന പരിശോധനകൾ ഒഴിവാക്കിയതും ബാറുകാരെ സഹായിക്കാനാണ്. മുൻ കമ്മീഷണർ ഋഷിരാജ് സിംഗിന് ശേഷം പരിശോധനകൾ മരവിപ്പിച്ചതായി അവർ പരാതിപ്പെടുന്നു. മിക്ക ബാറുകളിലും സെക്കൻഡ്സ് മദ്യവിൽപ്പന തകൃതിയായി നടക്കുന്നു. ചീപ്പ് ബാറുകളിലാണ് പ്രധാനമായും വിൽപ്പന നടത്തി വരുന്നതത്രേ. KSPCയെയും സർക്കാരിനെയും എക്സൈസ് വകുപ്പിനെയും കബളിപ്പിക്കുന്നതെന്നവർ പറയുന്നു. ലക്ഷക്കണക്കിന് മദ്യപ്രേമികൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയതിന് പാവപ്പെട്ട മദ്യപന്മാരെ കൊള്ളയടിച്ച് മദ്യമുതലാളിമാരെ സഹായിക്കുന്ന നിലപാടാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. ബാർ ഉടമകൾ പറയുന്നത് കനത്ത നഷ്ടമാണെന്നാണ്. അതേസമയം 2 കൊല്ലത്തിനുള്ളിൽ ഒരു ബാർ 3 ബാറായി മാറിയിരിക്കും. ഓരോ മുതലാളികൾക്കും 8ഉം 10ഉം ബാറുകളാണ് ഉള്ളതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. പാലക്കാട് ജില്ലയിലുള്ള ചില ബാറുകളിൽ മറ്റെവിടെയും ഇല്ലാത്ത കൊള്ള ലാഭമാണ് വസൂലാക്കുന്നതെന്നും മദ്യപ്രേമികൾ ചൂണ്ടിക്കാട്ടുന്നു. ബിയർ കമ്പനികൾ ഒരു കേസ് 12 കുപ്പി ബിയറിന് KSPCക്ക് കൊടുക്കുന്ന അത്രയും വില ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ബാറുകൾ ഒരു കുപ്പിക്ക് ഈടാക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. വർഷങ്ങൾക്ക് മുൻപ് എക്സൈസ് വകുപ്പ് രൂപം കൊണ്ടപ്പോൾ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ചാരായം വാറ്റ് സജീവമായിരുന്നു. പാലക്കാട് മുണ്ടൂരിലടക്കം വൻതോതിൽ വാറ്റ് കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. മദ്യത്തിൻ്റെ വില കുതിച്ചുയരുന്നത് പഴയ സ്ഥിതിയിലേക്ക് മാറുന്നതിന് അധികകാലം വേണ്ടിവരില്ല. ചാരായ ഉൽപ്പാദനം കുടിൽ വ്യവസായമായി മാറും. ഇപ്പോൾ തന്നെ വീടുകളിൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈത്തയിൽ ആൽക്കഹോളും ഉൽപ്പാദിപ്പിക്കാൻ അധികകാലം വേണ്ടിവരില്ലെന്നും അവർ പറയുന്നു. തുടർ ഭരണമുണ്ടായാൽ അടുത്ത മുഖ്യമന്ത്രിയും പിണറായി തന്നെയെന്ന് MP ഗോവിന്ദൻ. 2026 തെരഞ്ഞെടുപ്പിൽ LDFന് 3ാം ഊഴം ഉണ്ടായാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു. MP ഗോവിന്ദൻ്റെ ഈ വെളിപ്പെടുത്തൽ ഭരണപ്രതിപക്ഷത്തിലെ അനവധി നേതാക്കൾ അങ്കലാപ്പിലായിരിക്കുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. പ്രതിപക്ഷത്തിലെയും LDFിലെയും ചില നേതാക്കൾ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടിരിക്കുന്നവർ അങ്കലാപ്പിലായി എന്ന് തന്നെയാണ് പറയുന്നത്. LDFന് തുടർഭരണം ലഭിച്ചാൽ പിണറായിക്ക് തന്നെ 3ാം തവണയും മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുന്നു എന്നത് ഉറപ്പാക്കിയിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. എന്നാൽ UDFന് അധികാരം കിട്ടിയാൽ ആരാകും മുഖ്യമന്ത്രി എന്നതിന് ഒരു സൂചനയും ഇല്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ നിന്ന് 4 നേതാക്കളുടെ പേരുകളാണ് അനൗദ്യോഗികമായി പറഞ്ഞു കേൾക്കുന്നത്. അസംബ്ലിയിൽ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും ലഹരി വിഷയവുമായി ബന്ധപ്പെട്ട് കൊമ്പുകോർത്തതുപോലും മുഖ്യമന്ത്രി സ്ഥാനവുമായി ചില സംശയങ്ങൾ ചിലർ പ്രകടിപ്പിക്കുന്നു. LDFൻ്റെ മുഖ്യമന്ത്രി പിണറായി തന്നെയെന്ന് വെളിപ്പെടുത്തിയത് LDFന് ദോഷം ചെയ്യും. അധികാരം ലഭിച്ചാൽ UDFൻ്റെ മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഭരണപക്ഷം ആരോപിക്കുന്നു. റഷ്യയും പാകിസ്ഥാനും തമ്മിലുള്ള പുതിയ ബന്ധം ഇന്ത്യക്ക് തലവേദനയാകും. റഷ്യയും പാകിസ്ഥാനും തമ്മിൽ റെയിൽ മാർഗം നേരിട്ട് വാണിജ്യ ബന്ധം ആരംഭിക്കും.
പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് ചരക്കുകൾ ട്രെയിൻ മാർഗം ഇറാൻ അതിർത്തിയിലെത്തിച്ച് ഇറാൻ, തുർക്ക്മെനിസ്ഥാൻ, കസ്പസ്കാൻ എന്നീ രാജ്യങ്ങൾ കടന്ന് റഷ്യയിലെത്തിക്കുന്ന നീക്കമാണ് നടക്കുന്നത്. ഈ മാസം 15-ന് പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് നടത്തുമെന്ന് പാകിസ്ഥാൻ ചരക്ക് വിഭാഗം തലവൻ സുഫിയ സർഫസോസ് സോഗർ പ്രഖ്യാപിച്ചിരുന്നു. പാകിസ്ഥാനിൽ താലിബാൻ ഭരണത്തിന് കീഴിലുള്ള ബന്ധം മോശമായതിനാൽ നിലവിൽ കടൽ മാർഗം ബന്ധം സാധ്യമല്ലാത്ത പശ്ചാത്തലത്തിലാണ് റഷ്യയും പാകിസ്ഥാനും റെയിൽ മാർഗം വഴി വാണിജ്യബന്ധം തുടരാൻ തീരുമാനിച്ചത്. കടൽ മാർഗമായിരുന്ന എണ്ണയും പ്രകൃതിവാതവും ഉരുക്കും മറ്റുമാണ് റഷ്യ റെയിൽ മാർഗം കയറ്റുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാർഷികോൽപ്പന്നങ്ങളും പാകിസ്ഥാൻ കയറ്റുമതി ചെയ്യുമെന്നാണ് അറിയുന്നത്. റഷ്യയും ഇറാനും US ഏർപ്പെടുത്തിയ ഉപരോധം അവഗണിച്ചാണ് പാകിസ്ഥാൻ്റെ ഈ നീക്കം. 4 മാസം മുൻപാണ് പാകിസ്ഥാൻ റഷ്യയും തമ്മിൽ വാണിജ്യ കരാർ ഒപ്പിട്ടത്. ഫെബ്രുവരിയിൽ അന്തിമ ഉടമ്പടി ഒപ്പിട്ടു. ഇമ്രാൻഖാനാണ് ഇതിന് തുടക്കമിട്ടത്. ഇന്ത്യയുടെ എതിർപ്പ് മറികടന്നാണ് റഷ്യ ഇതിന് മുതിരുന്നത്. എന്തായാലും ഈ തീരുമാനങ്ങൾ ക്രമേണ ഇന്ത്യക്ക് ദ്രോഹമായി മാറുമെന്ന് തന്നെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാൻ കാന്തപുരം വിഭാഗം 100 കോടിയുടെ പദ്ധതി ആവിഷ്കരിക്കും. കോഴിക്കോട് സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാൻ മുന്നൊരുക്കവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സമസ്ത, കേരള ജംഇയ്യത്തുൽ ഉലമ സംഘടനകൾക്ക് കീഴിലുള്ള പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പുതിയ സർവകലാശാലയ്ക്ക് കീഴിൽ ഏകോപിപ്പിക്കാനാണ് സമസ്ത മുശാവറ യോഗം തീരുമാനിച്ചത്. ഇതിനാവശ്യമായ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സജീവ നീക്കം തുടർന്നു കഴിഞ്ഞു. 100 കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിക്കും. 50 കോടി രൂപ സമാഹരിക്കും. കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് സർവകലാശാല സ്ഥാപിക്കുക. പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ്. MV ഗോവിന്ദൻ സെക്രട്ടറിയായി തുടരും. CPMൻ്റെ പ്രായപരിധി നിബന്ധനയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒഴിവാക്കും. പോളിറ്റ് ബ്യൂറോയിലും സംസ്ഥാന കമ്മിറ്റിയിലും പിണറായി വിജയൻ്റെ പ്രായപരിധിയിൽ ഇളവ് നൽകാനാണ് പാർട്ടി തീരുമാനം. സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദനും തുടരും. കേന്ദ്ര കമ്മിറ്റിയിൽ EP ജയരാജനും തുടരുമെന്ന് അറിയുന്നു. PBയിലും പിണറായിക്ക് പ്രായപരിധി ഉണ്ടാകില്ല. 75 വയസ്സ് നിർബന്ധമാക്കിയാൽ PK ശ്രീമതി ടീച്ചറും AK ബാലൻ, ആനാവൂർ നാഗപ്പൻ എന്നിവർ ഒഴിവാകും. എത്രയോ സീനിയർ നേതാക്കന്മാരെ ഇതിനു മുൻപ് ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഒരു ഗ്രൂപ്പിൽ പെടുന്നവർക്ക് ഇതൊന്നും ബാധകമാകില്ല എന്നത് രഹസ്യ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു.